ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങൾ ഇടയ്ക്കൊരു മെസ്സേജ് ഒക്കെ ഇവിടെ കണ്ടല്ലോ. ഈ മിസ് പോയിട്ട് മിസ്സിനോടാണ് അവിടെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോ ആരാണ്, സുമയ്യോ? ഞാൻ കേറുമ്പോടെ താങ്ക് യു മിസ് ആണോ? ഓക്കെ, നമ്മുടെ എല്ലാവരും ഇല്ലേ? ഓക്കെ, നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയായിരുന്നു പറഞ്ഞത്? എക്യുപ്മെന്റ്സ് ആണ് അല്ലെ? എക്യുപ്മെന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്? എന്തായിരുന്നു? ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആംബുലൻസില് നമ്മൾ പറഞ്ഞു പല ടൈപ്പുകൾ നമ്മൾ പറഞ്ഞല്ലോ. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഓരോന്നിലും എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അതെന്തിനാണ്? പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെ? പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. ഇനി അത് കൂടാതെ നമുക്ക് അല്ലാതെ നമ്മൾ ആംബുലൻസിൽ കുറച്ച് എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അതാണ് നമ്മളിപ്പം നോക്കുന്നത്. എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിൽ പറഞ്ഞത് അല്ലെ? അതായത് നേരിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ ആംബുലൻസിൽ കുറച്ചും കൂടി എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിനകത്ത് അത് ആംബുലൻസിൽ ഫിറ്റ് ചെയ്തേക്കാണ് കേട്ടോ. എന്തിനു വേണ്ടിയാ? നമുക്ക് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഏത്? ടൂ വേ റേഡിയോ എന്ന് പറയുന്നത്. എന്താണ് ഒരു പർപ്പസ്? എന്താ ടൂ വേ റേഡിയോ ഉപയോഗിക്കുന്നത്? എന്താണ്? കമ്മ്യൂണിക്കേഷൻ പർപ്പസ് അല്ലെ? ആംബുലൻസിലുള്ള ഡ്രൈവറും അതുപോലെ തന്നെ ഡോക്ടറൊക്കെ തമ്മിലും, അല്ലെങ്കിൽ മറ്റുള്ള നമ്മളിപ്പോ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന് എത്തിയിട്ടല്ല നമ്മൾ ചെന്നു എന്ന് അറിയേണ്ടത് അല്ലെ? ഓൺ ദ വേയിൽ തന്നെ നമുക്ക് ഇത്ര സമയം കൊണ്ട് ഞങ്ങൾ എത്തും, ഇവിടെ എത്താറായിട്ടുണ്ട്, ഇന്ന എമർജൻസി ആണെന്നുള്ളതൊക്കെ നമ്മൾ അത് പറയണം, അറിയിക്കണം ഹോസ്പിറ്റലിലേക്ക്. എങ്കിലാണ് ഓൺ ദ സ്പോട്ട് നമ്മൾ ചെന്നപ്പോ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റില്ല, ആ പേഷ്യന്റ് അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് പോകുമ്പോഴ്. അപ്പൊ അങ്ങനെ എന്താണ് അവിടെ ആ ഡ്രൈവറും ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ് ടൂ വേ റേഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ടൂ വേ റേഡിയോ. അപ്പൊ നമ്മൾ ചെല്ലേണ്ട ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിന്റെ വരവ് മുൻകൂട്ടി അറിയിക്കാനായിട്ട് ഈ ടൂ വേ റേഡിയോയിലൂടെ സാധ്യമാക്കും. അതിനുള്ള ഒരു ഫെസിലിറ്റി ആണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ ടൂ വേ റേഡിയോയില് ഇത്ര ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. പെർമിറ്റ് ദ ക്രൂ ടു പാസ് ദ ഇൻഫർമേഷൻ ബാക്ക് ടു കൺട്രോൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഒരു സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ടൂ വേ റേഡിയോയുടെ കണ്ടോ? ഏകദേശം അതിന്റെ ഒരു മിഡിലായിട്ട് കണ്ടില്ലേ? ആ ഒരു സെന്റൻസ് കണ്ടില്ലേ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ടൂ വേ റേഡിയോയുടെ ക്യാൻ പെർമിറ്റ് ദ ക്രൂ ടു പാസ് ദ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനാണ് ടു കൺട്രോൾ ഓർ ടു ദ ഹോസ്പിറ്റൽ അല്ലെ? പേഷ്യൻസിന്റെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വിവരങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രൂസിന് വിവരങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്, എക്യുപ്മെന്റ് ആണ് ടൂ വേ റേഡിയോ. അതിന്റെ പർപ്പസ് കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ്. അതിനാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കണേ. നമ്മൾ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതിന് മുന്നേ ആ പേഷ്യന്റിന്റെ വരവ് അറിയിക്കാൻ നമുക്ക് ടൂ വേ റേഡിയോയിലൂടെ കഴിയും. ഇനി രണ്ടാമത്തെ എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ. എന്താണ്? മൊബൈൽ ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റ് ആണ് കേട്ടോ. ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുള്ള മറ്റൊരു സംവിധാനമാണ്, എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, എന്താണ്? സം ആംബുലൻസസ് ആർ എക്യുപ്ഡ് വിത്ത് മൊബൈൽ ഡേറ്റ ടെർമിനൽ ഓർ MDTS. ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെക്കുക. ഷോർട്ട് ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിന്റെ ഉള്ളിലുണ്ട്. MDTS, മൊബൈൽ ഡേറ്റ ടെർമിനൽസ്. മൊബൈൽ ഡേറ്റ ടെർമിനൽസ്. മൊബൈൽ ഡേറ്റ ടെർമിനൽസ് which are linked without wire to the central computer. അവിടെ എന്താണ്? ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. എന്താണ്?
കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ്. ഇതെല്ലാനും എന്താണ് ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. വിത്തൗട്ട് വയർ ഇല്ലാതെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്ക് അവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. യൂഷ്വലി അറ്റ് കൺട്രോൾ സെന്റർ. അതായത് ഒരു കൺട്രോൾ സെന്റർ ഉണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി ടു വേ റേഡിയോയിനേക്കാൾ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് എന്താ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, വിഷ്വൽസ് കാണാൻ പറ്റും ഡയറക്റ്റ്. അതാണ് അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ്. ഒരു കമ്പ്യൂട്ടറിലേക്ക്, ഒരു കൺട്രോൾ സെന്ററിലേക്ക് അത് എന്താണ്, ആ സെൻട്രൽ കമ്പ്യൂട്ടറിലേക്ക് അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. This terminal can function in place of two-way radio and it can be used to pass the details of works to the crew. കണ്ടോ, അതായത് ആ ഡീറ്റെയിൽസ് നമുക്ക് ജോലിയുടെ വിശദാംശങ്ങള്, അവർ ചെയ്യുന്ന വർക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ക്രൂവിന് കൊടുക്കാം. ഇപ്പൊ അതായത് ഡോക്ടറിന് നമുക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ, ഇപ്പൊ നമ്മൾ നേഴ്സോ അല്ലെങ്കിൽ ഡ്രൈവറും അവര് മാത്രമാണ് പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ 2 നേഴ്സുമാർ അവര് ആരാന്ന് വെച്ചാൽ പാരാമെഡിക്സ് ആണെങ്കിൽ അവര് അങ്ങനെയുള്ളവരാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഡോക്ടറിന് ഓൺ ദ വേയില് ഇവര് എന്തൊക്കെ കാര്യങ്ങളാണ് ആ പേഷ്യന്റിന് ആംബുലൻസിൽ വെച്ച് ചെയ്യുന്നത് എന്നൊക്കെ ഡയറക്റ്റ് കാണാൻ പറ്റും. മനസ്സിലായോ? അതാണ് ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടറിന് നേരെ നോക്കാം അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഡോക്ടറിന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാം. വെച്ചത് വിളിച്ചു പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഡോക്ടറിന് നേരിട്ട് കണ്ടിട്ട് ഇൻഫർമേഷൻസ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൈമാറാൻ പറ്റും. എന്താണ് എന്തൊക്കെ വർക്കാണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡോക്ടറിന് ക്രൂസിന് കൈമാറാൻ പറ്റും. അതായത് അതെന്താണ്, അവിടെ നമുക്ക് വീഡിയോ, നമുക്കത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് കാണാൻ പറ്റും. അതാണ് ആദ്യത്തേല് നമ്മൾ ടു വേ റേഡിയോയില് നമ്മൾ ഓഡിയോ മാത്രം വിളിച്ചു പറയുന്നതന്നെ ഉള്ളൂ, ഒന്നും കാണാൻ പറ്റൂല. ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. And can log the time the crew was moved to the patient, arrived, അവർ എത്തിച്ചേർന്ന സമയം, and left the scene, അവിടെ രംഗം വിട്ട സമയം, fulfill any other computer based function. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഫങ്ഷൻസ് നിർവഹിക്കുന്നു. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ആംബുലൻസിലുള്ള പേഷ്യൻസിന് ആ സ്റ്റാഫ്, ക്രൂസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഡോക്ടറിന് നേരിട്ട് കാണാൻ പറ്റും. ആ കമ്പ്യൂട്ടർ വഴി തന്നെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്തേക്കാണ്. അപ്പൊ നേരിട്ട് ഡോക്ടറിന് കാണാൻ പറ്റും. അപ്പൊ വിളിച്ചു പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും. കുറച്ചും കൂടി ഇതല്ലേ അല്ലെ, അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും കംപ്ലീറ്റ്ലി റെക്കോർഡായിരിക്കും. അതുപോലെ മെഡിക്കൽ ടീമിന് അത് നേരിട്ട് ഡോക്ടറിനൊക്കെ അത് അവരെന്താണ് ചെയ്യുന്നത്, അത് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ നേരിട്ട് കാണാൻ പറ്റും. ക്രൂസിന് ഇതുപോലെ തന്നെ തിരിച്ചെന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ അതും അവർക്ക് അതിലൂടെ കൊടുക്കാൻ പറ്റും. കണ്ടോ, അതാണ് വിളിച്ചു പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി അത് എഫക്റ്റീവ് ആണ്. വീഡിയോ നോക്കിയിട്ട് തന്നെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നു. അതാണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. അതിനകത്ത് നിന്ന് എക്സ്പാൻഡഡ് ഫോം നമുക്ക് ചോദിക്കാം. ആ സെന്റൻസും അതിനകത്ത് ചോദിക്കാം. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അവിടെ ഡിഫറൻസ് എന്താ, വീഡിയോ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് ക്രൂസ് ആ പേഷ്യന്റിന് ചെയ്യുന്നത് എന്നൊക്കെ ഡയറക്റ്റ് നോക്കിക്കൊണ്ട് തന്നെ ഡോക്ടറിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. അതില് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടായിരുന്നു. ഇനി അടുത്തതാണ് എവിഡൻസ് ഗ്യാതറിംഗ്. CCTV. CCTV അറിയാലോ, വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ CCTV വെച്ചിട്ടുണ്ടോ? എന്താ CCTV? എന്താ? ഇല്ല. എന്താ CCTV? അപ്പൊ നമുക്ക് ക്യാമറ. ഓക്കെ, ക്യാമറയാണ് അല്ലെ. അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, സം ആംബുലൻസ് ആർ നൗ being equipped with video cameras which are used to record the activity either inside or outside the vehicle. കണ്ടോ, അവിടെ എന്താ, ഉള്ളിലുള്ളത് മാത്രല്ല പുറമേ നിന്നുള്ള കാര്യങ്ങളും കാണാൻ പറ്റും.
അതാണ് CCTV വെച്ചിട്ടുണ്ട്. ആ ഒരു എവിഡൻസ് ഗ്യാതറിംഗ് CCTV എന്താണ് ആ ആംബുലൻസിന്റെ അകത്തും പുറത്തും അത് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് വീഡിയോ ക്യാമറാസ് ആണ്. ആ ക്യാമറ സെറ്റ് ചെയ്തേക്കാണ്. അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്ത് വെക്കും. They may also titled with the sound recording facility. Titled എന്ന് പറഞ്ഞാൽ സൗകര്യമുണ്ട്. Titled TITLED എന്തിനുള്ള സൗകര്യമുണ്ട്? വിത്ത് സൗണ്ട് റെക്കോർഡ് ഫെസിലിറ്റി. സൗണ്ട് റെക്കോർഡ് ചെയ്യാം. അവരവിടെ സംസാരിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ അതിൽ റെക്കോർഡ് ചെയ്യാം. CCTV റെക്കോർഡ് ചെയ്യാം. വീഡിയോ മാത്രമല്ല ഓഡിയോ കൂടി നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യാം. This can be used as a protective measures from violence against the ambulance crews. എന്തിനാ ഇനി CCTV വെച്ചേക്കുന്നേ? എന്തിനാ? ആംബുലൻസ് ക്രൂസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. എന്താ? എന്തെങ്കിലും വയലൻസ്, അക്രമങ്ങളോ ഒക്കെ ആംബുലൻസ് ക്രൂസിനെതിരെ വരികയാണെങ്കിൽ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ CCTV വെക്കുന്നത് പറ്റുന്നു. അതുകൊണ്ട് നമുക്ക് പ്രയോജനമാണ്. ആ ക്രൂസിന് പ്രയോജനപ്രദമാണ്. എന്താ? എങ്ങനെ വയലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരെ എന്തെങ്കിലും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആംബുലൻസിലൊക്കെ പോകുമ്പോൾ നമ്മള് ഇപ്പൊ നായകനെ ആംബുലൻസിൽ ഇതായിട്ട് കൊണ്ടുപോകും. ദൃശ്യത്തില് ആംബുലൻസിൽ ഇപ്പൊ കൊണ്ടുപോകുകയാണെങ്കിലേ നമ്മുടെ കൊള്ളക്കാര് അല്ലെങ്കിൽ അവർക്കിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് വേണമെങ്കിൽ ആംബുലൻസിലെ ഡ്രൈവറിനെ അവരെയൊക്കെ ഇടിച്ച് ആ പേഷ്യന്റിനെ എടുത്തോണ്ട് പോവാം അല്ലെ, എന്തെങ്കിലും കേസുകളോ അങ്ങനെയുള്ളതിന്റെ ഭാഗമായിട്ട് എവിഡൻസ് നശിപ്പിക്കാനായിട്ട്. അങ്ങനെ കണ്ടിട്ടില്ലേ? വഴിക്ക് വെച്ച് ആംബുലൻസ് ഒക്കെ വന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് ആംബുലൻസിനെ ആക്സിഡന്റ് കേസ്, പിന്നെ അതുപോലെ ലീഗലി ഇങ്ങനെ കൊലപാതകം അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ അവര് കേസിന്റെ ഭാഗമായിട്ടേ അവര് ആ പേഷ്യന്റ് ഇനി ചെന്ന് എന്തെങ്കിലും ലീഗലി സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ഓർത്തിട്ട്, അതായത് ആ ആംബുലൻസിനെ ഹാക്ക് ചെയ്ത് അതിനെ തടഞ്ഞ് അതിലുള്ള പേഷ്യന്റിന് വേണമെങ്കിൽ അവര് തട്ടിക്കൊണ്ടുപോവാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു അക്രമം അപ്പൊ ആംബുലൻസിലെ ക്രൂസിന് ഇപ്പൊ അവരെയൊക്കെ ഇടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ CCTV നോക്കി അറിയാൻ പറ്റൂലേ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്കത് നോക്കിയാൽ കിട്ടും. അതാണ് ഒന്നാമത്തെ അതാ പറഞ്ഞേക്കുന്നത്. ഈ CCTV ഉപയോഗിക്കുന്നത് എന്താണ്? യൂസ്ഡ് ടു പ്രൊട്ടക്ട് മെഷേഴ്സ് ഫ്രം വയലൻസ് അഗൈൻസ്റ്റ് ദ ആംബുലൻസ് ക്രൂസ്. ആംബുലൻസ് ക്രൂസിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങള് അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, ക്രൂസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ കടയിലോ അല്ലെങ്കിൽ മെയിൻ ഇവിടെയൊക്കെ CCTV വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ മോഷണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ CCTV നോക്കി അറിയാൻ പറ്റും ആരാണ് വന്നത്, എന്താണ് അവിടെ സംഭവിച്ചിരിക്കണേന്ന് നേരിട്ട് നമുക്കത് കണ്ട് അറിയാനും പറ്റും. പിന്നെ അടുത്ത് നോക്കി, ഓർ ഇൻ സം കേസസ് ഇപ്പൊ എല്ലായിടത്തും CCTV ഉണ്ട് അല്ലേ? എന്താ ഇനി ചില കേസുകളിൽ നോക്കിയേ, in some cases to manifest or refute അല്ലെങ്കിൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക, മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രകടമായ, or refute cases where a member of the crew stand accused of wrongdoing. എന്താ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ആംബുലൻസിലെ ക്രൂസേ അവരെന്തെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും കുറ്റങ്ങൾ പറയുകയാണെങ്കിൽ, കുറ്റാരോപണം നടത്തുകയാണെങ്കിൽ അവർക്ക് അത് നിരസിക്കാനും ഈ CCTVയിലൂടെ പറ്റും. അതായത് ഇവിടുന്ന് പേഷ്യന്റിനെ കയറ്റിക്കൊണ്ട് പോവാണ് ആംബുലൻസിൽ, പോണ വഴിക്ക് കുഴപ്പമില്ലായിരുന്നു, ഓൺ ദ വേയില് ഇനി ആ പേഷ്യന്റ് വല്ല മരിക്കുകയൊക്കെ ചെയ്താൽ അവർക്കുടെ ബന്ധുക്കൾക്ക് പറയാൻ പാടില്ലേ അല്ലെ? ആംബുലൻസ് കയറ്റണ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നിങ്ങളുടെ അശ്രദ്ധയും കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പേഷ്യന്റിന് കെയർ കൊടുക്കാത്തതുകൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആംബുലൻസിൽ ഉള്ള ആ ക്രൂസിനെതിരെ എന്തെങ്കിലും കുറ്റങ്ങൾ പറയാലോ, കുറ്റാരോപണം നടത്താം അവർക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് എന്താ അവിടെ ഉണ്ട്? CCTV ഉണ്ട്, കറക്റ്റ് എവിഡൻസ് ഇല്ലേ? അവര് അവിടെ ചെയ്ത കാര്യങ്ങളും ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രൂഫ് ആ CCTVയിലൂടെ അവർക്ക് അവർക്കിടെ എന്താ പറയാ അവർക്കിടെ നിരപരാധിത്വം അവർക്ക് തെളിയിക്കാൻ പറ്റും. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളില് അവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റപ്പെടുത്തുക. ക്രൂസിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അവരുടെ ആ നിരപരാധിത്വം തെളിയിക്കാനും പറ്റും. റിഫ്യൂട്ട് എന്ന് വെച്ചാൽ നിഷേധിക്കുക, റെഫ്യൂസ്.
ഓക്കെ, രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? CCTV എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംബുലൻസിൽ CCTV വെക്കുന്ന എന്തിനാ? ആംബുലൻസിന്റെ അകത്ത് നടക്കുന്ന പുറത്തുമുള്ള കാര്യങ്ങള് വീഡിയോ ക്യാമറയാണ് അവിടെ ഫുൾ അവര് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടി പറയേണ്ടത്, സൗണ്ട് ക്യാമറ ഇത് പിക്ചർ മാത്രമല്ല, വീഡിയോ മാത്രമല്ല, റെക്കോർഡ് ചെയ്യാനും പറ്റും. സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റിയും അതിനകത്തുണ്ട്. ഇത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? ആംബുലൻസിലെ ക്രൂസിനെതിരെ എന്തെങ്കിലും അക്രമങ്ങൾ വരികയാണ്, ഇതുപോലെ ദുഷ്ടന്മാരൊക്കെ വരികയാണെങ്കിൽ ഇടിച്ചിട്ട് ആ പേഷ്യന്റിനെ കൊണ്ടുപോകാം. അപ്പൊ അവർക്ക് ഒരു പ്രൂഫ് വേണ്ടേ, ആരാ വന്നേന്നോ അല്ലാന്ന് എന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ആ ഒരു ആംബുലൻസിലെ ക്രൂസിനെതിരെ ഉണ്ടാകുന്ന എന്തെങ്കിലും അക്രമങ്ങള് അതിന് തെളിയിക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യങ്ങള്, ഇനി ആംബുലൻസിലെ ക്രൂസിനെതിരെ എന്തെങ്കിലും കുറ്റാരോപണങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് അത് നിഷേധിക്കാൻ, അവരുടെ നിരപരാധിത്വം തെളിയിക്കാനും ഈ CCTV വഴി പറ്റും. ഓക്കെ, ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. വെഹിക്കിള് വരെ, മറ്റത് രണ്ടെണ്ണം എന്തിനാന്നുള്ളത് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാലും മതി. Now, being equipped with a video camera, which are used to record activity either inside or outside the vehicle. ഇനി അടുത്തതാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരിഞ്ഞ സ്ഥലം അല്ലെ? ടെയിൽ ലിഫ്റ്റ്, ആ ലിഫ്റ്റ് ചെയ്യാനായിട്ട്. Ambulances can be equipped with a tail lift or ramp in the order to facilitate loading a patient without having to take up any lifting. ഇനി നമ്മളെ പേഷ്യന്റിനെ എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, അവരെ നമുക്ക് സേഫ് ആയിട്ട് ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്നത്. ഇവിടെ താഴെ ഒരു പിക്ചർ ഉണ്ട്, കണ്ടോ? ഇവിടെ റാമ്പ് പോലെ ഒരു മഞ്ഞ 4 ഇത് കാണിച്ചിട്ടില്ലേ ആംബുലൻസിന്റെ ഇതിനകത്ത്? അപ്പൊ അതിനകത്ത് ആ പേഷ്യന്റിനെ അവിടെ കിടത്തിയിട്ട് പതുക്കെ ഒന്ന് തള്ളിയാൽ മതി, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നേരെ അവര് എന്താണ് ആംബുലൻസിന്റെ ഉള്ളിലേക്ക് കയറും. നമ്മൾ എടുത്തു നോക്കുവോ അങ്ങനെയുള്ളതൊന്നും വേണ്ട. കണ്ടിട്ടുണ്ടോ അങ്ങനെ? ആംബുലൻസിലേക്ക് സേഫ് ആയിട്ട് പേഷ്യന്റിനെ കയറ്റാൻ വേണ്ടി തന്നെയാണത് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉണ്ട്. കണ്ടിട്ടുണ്ട്, ഇവിടെ ആ പിക്ചർ ഉണ്ട് കേട്ടോ. ഇനി നോക്കിയേ, this is particularly important where the patient is obese or specialty care transport that needed large, huge equipment such as a neonatal incubator or hospital beds. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ ഈ റാമ്പുകൾ വെച്ചേക്കുന്നത്? എന്തിനാണ്? നമ്മളിപ്പോ പ്രത്യേകിച്ച് പറയാണ്, നമ്മള് പേഷ്യന്റ് ഈസ് ഒബിയസ് വെച്ചാ നല്ല വെയിറ്റ് ഉള്ള, ഭയങ്കര വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയാണ് എടുത്ത് പൊക്കി അതിനകത്തോട്ട് കയറ്റാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നല്ല വെയിറ്റ് ഉള്ള, ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ നമുക്ക് എന്താ ഇങ്ങനെ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉണ്ടെങ്കിൽ നേരെ നമുക്ക് അങ്ങോട്ട് കയറ്റാം, ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ കൊടുത്ത് കൊണ്ടുപോകണ കേസുകളില്ലേ, അനക്കാൻ പാടില്ലാതെ നമ്മൾ എടുത്തൊന്നും പൊക്കാൻ പാടില്ല, അത്രയും ഫ്രാക്ചർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് എടുത്ത് ഒരുക്കി കയറ്റാൻ പറ്റൂല. അപ്പൊ അവരെയും ഏതിലൂടെ ടെയിൽ ലിഫ്റ്റിലൂടെ നമുക്ക് സേഫ് ആയിട്ട് കയറ്റാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലാർജ് എക്യുപ്മെന്റ്സ്, ഏതാ? നിയോണേറ്റൽ ഇൻക്യുബേറ്റർ. നിയോണേറ്റൽ ഇൻക്യുബേറ്റർ എന്താ? കുട്ടികളുടെ ഇൻഫന്റ് അല്ലെ, കുട്ടികളുടെ ഇതല്ലേ ഇൻക്യുബേറ്റർ. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ വലിയ മെഷീൻ അല്ലേ, വലിയ കട്ടി വെയിറ്റ് ഉള്ളതല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് എടുത്തു പൊക്കി ആംബുലൻസിലേക്ക് വെക്കാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഓർ ഹോസ്പിറ്റൽ ബെഡ്സ് അതൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ ഉപയോഗിക്കും. അതിനകത്ത് ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആംബുലൻസ് equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. അവരെ ഉയർത്താതെ ലിഫ്റ്റ് ചെയ്യാതെ പേഷ്യൻസിനെ നമുക്ക് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരു ഫെസിലിറ്റി, അതാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത്.
ഇത് ഏതൊക്കെയുള്ള ഒബിയസ് ആണെങ്കിൽ അധിക വണ്ണമുള്ള പേഷ്യൻസിനെ കയറ്റാൻ, പ്രത്യേക കെയർ കൊടുക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ, ലാർജ് എക്യുപ്മെന്റ്സ്, നിയോണേറ്റൽ ഇൻക്യുബേറ്റർ, ഹോസ്പിറ്റൽ ബെഡ്സ് ഓർ ഹോസ്പിറ്റൽ ബെഡ്സ് അങ്ങനെയുള്ള ലാർജ് എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസിലേക്ക് കയറ്റാനും ഒക്കെ ഇത് ഉപയോഗിക്കും. There may also be equipped connected with this such is winches which are formed to pull weightless patient into the vehicle. ഇത് ഏതുമായിട്ട് വിഞ്ചസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വിഞ്ചസ് എന്ന് പറഞ്ഞാൽ പടിയാണ് കേട്ടോ, പടിക്കാണ് യന്ത്രപ്പടി വിഞ്ചസ്. അപ്പൊ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ നമുക്ക് ആ ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള വിഞ്ചസ്, യന്ത്രപ്പടി അതുപോലുള്ള ആ സജ്ജീകരണമായിട്ട് ഈ ടെയിൽ ലിഫ്റ്റ് കണക്ട് ചെയ്യാം. ആ ടെയിൽ ലിഫ്റ്റിനെ എന്തിലേക്ക്, വിഞ്ചസുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. പടിയാണ് വിഞ്ചസ്. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക നിങ്ങള്. പിന്നെ അത് നമുക്ക് ആ ഇതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, എവിടേക്കാണെന്നുള്ളത്, ഏതൊക്കെ ഇതിനകത്ത് നമുക്ക് ആ വിഞ്ചസ് ഉപയോഗപ്രദമാണെന്നുള്ളതിനെ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. There also may be equipped connected with such as winches. വിഞ്ചസുമായിട്ട് ഇത് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനാ, പേഷ്യൻസിനെ വെഹിക്കിളിലേക്ക് പുൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ വെയിറ്റ്ലി പേഷ്യൻസ് ഇൻ ടു ദ വെഹിക്കിളിലേക്ക് പുൾ ചെയ്യാനായിട്ട് ഈ ടെയിൽ ലിഫ്റ്റ് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, വിഞ്ചസ്, യന്ത്രപ്പടി, ആ പടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. കണക്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി അടുത്തത് അഞ്ചാമത്തെയാണ് ട്രോമ ലൈറ്റിംഗ്. ട്രോമ ലൈറ്റിംഗ്. Trauma lighting. Beside the normal working lighting, ambulance can be fitted with a special lighting which is used when patient become photosensitive. നിങ്ങൾ ആംബുലൻസിലെ ലൈറ്റ് കണ്ടിട്ടില്ലേ, ആ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ വെച്ചേക്കുന്ന ലൈറ്റ് അല്ലാതെ, അതാണ് നോർമൽ വർക്കിംഗ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ആ ലൈറ്റ് അല്ലാതെ ആംബുലൻസിന്റെ ഉള്ളിലെ ലൈറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ചിലപ്പോ ബ്ലൂവോ അല്ലെങ്കിൽ നമുക്ക് റെഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈറ്റ് ആംബുലൻസിന്റെ അകത്ത് ലൈറ്റ് വെച്ചേക്കുന്നത്. നമ്മൾ വീടിന്റെ ഉള്ളിൽ സീറോ ബൾബ് ഇടാറില്ലേ? കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ വലിയ ലൈറ്റ് അവർക്ക് പറ്റൂല. അപ്പൊ നമ്മൾ എന്താ, പിള്ളേരെ ഒരു ഇച്ചിരി ആവണവരൊക്കെ നമ്മൾ റൂമിൽ സീറോ ലൈറ്റ് ഇടും. അതായത് റൂമിന്റെ ഉള്ളിൽ ഫുള്ളല്ലേ. അതുപോലെ ആംബുലൻസിന്റെ അകത്ത് ഉള്ള ലൈറ്റ് ആണ് ഇത് ഈ ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് സാധാരണ ബ്ലൂവോ അല്ലെങ്കിൽ റെഡ് കളറാക്കി ആകുന്ന പറയുന്നത്. ഇതെന്താണെന്നറിയോ? ഇനി ചില പേഷ്യൻസിന് കൊണ്ടുപോകുമ്പോൾ അവര് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ, അതായത് ലൈറ്റിനോട് സെൻസിറ്റീവ് ആണെങ്കിൽ, ലൈറ്റ് ഇട്ടൊക്കെ പോകാൻ പറ്റാത്ത അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആംബുലൻസിൽ നോർമൽ ലൈറ്റ് ഇടില്ല. അവിടെ ഏതാണ് ട്രോമ ലൈറ്റിംഗ്, അതാണ് ആ ട്രോമ ലൈറ്റിംഗ് ഇടുന്നത്. അത് ആംബുലൻസിന്റെ അകത്തുള്ള ലൈറ്റ് ആണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ വീടിന്റെ ഉള്ളില് നമ്മുടെ റൂമിന്റെ അകത്ത് സീറോ ബൾബ് ഇടൂലേ, സീറോ ബൾബ് ഇടുന്നത് പോലെ നമ്മുടെ ആംബുലൻസിന്റെ അകത്തുള്ള ലൈറ്റ്, അല്ലാതെ പുറമെയുള്ള ആ കറങ്ങുമ്പോഴുള്ള ലൈറ്റ് അല്ല, ആ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെയുള്ള ലൈറ്റ് അല്ല. ആംബുലൻസിന്റെ അകത്തുള്ള ലൈറ്റ് ആണ് ഇത് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് കളർ ലൈറ്റുകൾ, അത് സാധാ ബ്ലൂവോ അല്ലെങ്കിൽ റെഡ് ഒക്കെ ആകാം കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, beside to normal working lighting, ambulance can be fitted with a special lighting is called a dash. A special lighting ഏതാ? ട്രോമ ലൈറ്റിംഗ്. അതിന്റെ കളർ ഏതാവാം? ബ്ലൂവോ റെഡോ ആവാം. ബ്ലൂ അല്ലെങ്കിൽ റെഡ് ആവാം. അതെങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ എന്താ പറഞ്ഞേക്കണേ? പേഷ്യൻസ് ബിക്കം ഫോട്ടോ സെൻസിറ്റീവ്. അതായത് നോർമൽ ലൈറ്റ് പറ്റില്ലാത്ത പേഷ്യൻസ്, അവർക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഏതാണ് ട്രോമ ലൈറ്റിംഗ് ആണ് ഇടുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? രാത്രിയൊക്കെ പോകുമ്പോ നമുക്ക് കാണാലോ, രാത്രിയൊക്കെ ആംബുലൻസിലൊക്കെ പോകുമ്പോ ആംബുലൻസ് ബ്ലൂ, ആംബുലൻസിന്റെ അകത്തുള്ള വെട്ടാണ്. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ആംബുലൻസ് ഒക്കെ പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇത് നമ്മൾ കുറെ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ശ്രദ്ധിക്കാനും കാണാനും നോക്കാനും ഒക്കെ തുടങ്ങും. ഇനി അടുത്തതാണ് ഏത്? എയർ കണ്ടീഷനിങ്, AC. AC
ഇനി ആംബുലൻസ് വാച്ച് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ആംബുലൻസ് ഇനി വാച്ച് ചെയ്യാന്ന് നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നോക്കിപ്പോ നമ്മൾ പറഞ്ഞ പോലെ അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് അറിയാതെ ട്രോമ ലൈറ്റ് ആണ്, അതിന്റെ കളറ് ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളറാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ ലൈറ്റ് ഇട്ട് പോകുന്നതെന്ന് വെച്ചാൽ എന്താ, പേഷ്യൻസ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ, ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, അവർക്ക് ആ നോർമൽ ലൈറ്റ് ഒക്കെ വലിയ വെട്ടമൊക്കെ ഇടുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴാണ് ഈ ലൈറ്റ് ഇട്ട് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എയർ കണ്ടീഷനിങ്, AC. ആംബുലൻസ് ആർ ആക്ച്വലി എക്വിപ്ഡ് വിത്ത് സെപ്പറേറ്റ്, അവിടെ നിങ്ങൾ ആ കളറും കൂടി ഒന്ന് നോക്കിയോട്ടോ, ബ്ലൂ അല്ലെങ്കിൽ സാധാരണ റെഡ് ആയിരിക്കും അവിടെ ആ ട്രോമ ലൈറ്റിന്റെ കളറ്. പിന്നെ ട്രോമ ലൈറ്റ് ഉപയോഗിക്കുന്നത് പേഷ്യൻസ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ, അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴാണ്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഇനി നെക്സ്റ്റ് ആണ് എയർ കണ്ടീഷനിങ്. Air conditioning. Ambulances are actually equipped with a separate air conditioning system. പ്രത്യേകം air conditioning system AC ഉണ്ട് to the parking area from that which serves the cab. അവിടെ ക്യാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെഹിക്കിൾ തന്നെയാണ് കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ വർക്കിംഗ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതായത് നോർമൽ ആയിട്ട് നമ്മൾ നോർമൽ ഇതിൽ പോകാറില്ല. നമുക്ക് എ സി ആംബുലൻസുകൾ അല്ലെങ്കിൽ AC സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാവും, അതില് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടാവും. ഇതെന്താണ്, this helps to keep a suitable temperature for any patient being treated, but may also have an extra feature such as filtering against airborne pathogen. രണ്ട് കാര്യം അവിടെ പറഞ്ഞേക്കണത് AC ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ നിലനിർത്താൻ, അല്ലെ, ഭയങ്കര ചൂടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് പറ്റില്ല. അപ്പൊ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് AC ഇടാം. നമ്മൾ കാറിലൊക്കെ പോകുമ്പോ AC ഇട്ട് പോവാറില്ലേ, AC ഇടാറില്ലേ? പുറത്ത് ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ എല്ലാ ആംബുലൻസിനും ഇല്ല കേട്ടോ, എല്ലാ ആംബുലൻസും AC ഇതല്ല. അപ്പൊ AC ഇട്ട് പോകാറില്ലേ? അപ്പൊ അതുപോലെ ആംബുലൻസിനുള്ളില് AC ഉണ്ടാവും, എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, എന്താ, they have an extra feature. ഒരു എക്സ്ട്രാ ഫീച്ചർ പറഞ്ഞിട്ടുണ്ട്, such as filtering against airborne pathogen. airborne pathogens-നെ ഫിൽറ്റർ ചെയ്യാൻ, പൊടിയും ഇതൊക്കെ പുറമേ ഉണ്ടാവും. അപ്പൊ അതൊന്നും നമ്മൾ അകത്തേക്ക് കയറാതിരിക്കണം. അത് വെച്ചാൽ പേഷ്യന്റ് അത്രയും ഇതാണ്, അപ്പൊ അവർക്ക് വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ പുറത്തു നിന്നുള്ള പൊടിയും ഇതൊന്നും ആംബുലൻസിന്റെ അകത്തേക്ക് കയറാതിരിക്കാൻ. വെറുതെ ഗ്ലാസ് തുറന്നിട്ട് അങ്ങനെ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ പുറമേ നിന്നുള്ള പൊടിയൊക്കെ വന്നാൽ അതിലും എല്ലാ മൈക്രോബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പേഷ്യന്റിലേക്ക് വന്നാൽ വീണ്ടും അവർക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാം. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ AC ഇട്ട് പോണത്, പൊടിയും ഇതൊക്കെ നമുക്ക് ആ കാറിന്റെ ഉള്ളിലേക്ക് അവിടെ അകത്തിരിക്കുന്ന ആളുകളിലേക്ക് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ AC ഇട്ട് പോയാൽ ഒന്നും അറിയില്ല. നമ്മൾ പുറത്തുള്ള ഒരു സംഭവങ്ങളില്ല, നോർമൽ ഇതിൽ പോകാം, നമ്മൾ പോണ പോലെ തന്നെ. ഇപ്പൊ രണ്ട് കാര്യമാണ് അതിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. AC എന്താണ്, രണ്ട് കാര്യങ്ങളാണ്, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒന്നാമത്തെ അവിടെ ആംബുലൻസിൽ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. രണ്ടാമത്തെ എന്താണ്, ഫിൽറ്ററിംഗ് അഗൈൻസ്റ്റ് എയർബോൺ പാത്തോജൻസ്. എയർബോൺ പാത്തോജൻസിനെ ഫിൽറ്റർ ചെയ്യാനുമാണ് AC ഉപയോഗിക്കുന്നത്. ഓക്കെ, എല്ലാ ആംബുലൻസിലും ഇല്ല. Some ambulance are actually equipped with a separate air conditioning system in working area. ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ഒരു എക്യുപ്മെന്റ് ആണ്. AC ആവശ്യമുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുപോകുന്ന പേഷ്യൻസിന് മതി, അത് AC ആംബുലൻസ് മതി. അതാണ് പല ടൈപ്പ് ആംബുലൻസുകൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതാണ് ഡേറ്റ റെക്കോർഡ്സ്. These are often set in ambulance to record such details as speed, braking power, and time, activation of active emergency warning such as light and sirens and seat belt usage.
These are often used integrated with the GPS unit. എന്താ പറഞ്ഞേക്കുന്നത്? ഡേറ്റ റെക്കോർഡ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ് ഓൾറെഡി നമ്മൾ ആംബുലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആംബുലൻസിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡേറ്റ റെക്കോർഡ്സ്. അതായത് ഇപ്പൊ ആംബുലൻസിന്റെ സ്പീഡ്, ഇതൊക്കെ നമുക്ക് ബ്രേക്കിംഗ് പവർ, ടൈം, ഇന്ന ടൈമില് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ, ഇതൊക്കെ നമുക്ക് ആ ഡ്രൈവറിന് എപ്പോഴും നോട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു, ഇത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ, എവിടെയൊക്കെ കൊണ്ടുപോയി, എവിടെയൊക്കെയാണ്, ഇതിന്റെയൊക്കെ ഒരു റെക്കോർഡ് വേണം. ആംബുലൻസ് ആ കാര്യങ്ങള് ആംബുലൻസിലെ ക്രൂസ് അത് അവര് സൂക്ഷിക്കണം. ഇത്ര കിലോമീറ്റർ ഇന്ന് ഇത് ഓടി, അല്ലെങ്കിൽ ഇത്ര പേഷ്യൻസിനെ കൊണ്ടുപോയി, ഇന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ സ്പീഡ് എങ്ങനെയാണ്, ബ്രേക്കിംഗ് പവർ, ടൈം, അതൊക്കെയാണ് എമർജൻസി, ആക്റ്റീവ് എമർജൻസി വാർണിംഗ് അല്ലെ. അതുപോലെ ലൈറ്റ്, സൈറൺ, സീറ്റ് ബെൽറ്റ്, ഇതെല്ലാം ആംബുലൻസിൽ മസ്റ്റ് ആണ്. ലൈറ്റ് ഇല്ലാതെ എത്ര ടൈമിൽ എത്തി, ഓക്കെ. ലൈറ്റ്, നമുക്ക് ലൈറ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ സൈറനുകളൊക്കെ വേണ്ടേ, അതൊക്കെ കറക്റ്റ് ആയിട്ടിരിക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആംബുലൻസിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യമാണ് ഡേറ്റ റെക്കോർഡ്. അത് കറക്റ്റ് അവിടെ റെക്കോർഡ് ചെയ്യും. ഡേറ്റാസ് കറക്റ്റ്, അത്രേ ഉള്ളൂ. ഡേറ്റാസ് കറക്റ്റ് റെക്കോർഡ് ചെയ്യും. അതാണ്. These are often used with integrated with the GPS unit. ഇത് GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് യൂണിറ്റ് ആണ്. GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചിട്ടുകൊണ്ടിരിക്കും. എന്തിനാണ് GPS എന്ന് പറഞ്ഞാൽ? ലൊക്കേഷൻ മനസ്സിലാക്കാം കേട്ടോ. ഇപ്പൊ ആംബുലൻസ് എവിടെ എത്തി, ആ ലൊക്കേഷൻ മനസ്സിലാക്കാൻ. നമ്മൾ ആ ട്രാഫിക്കിലൊക്കെ, ആ സിനിമയിലൊക്കെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഒക്കെ അല്ലെ, നമുക്ക് ആ പോകുമ്പോഴ ആംബുലൻസ് ഓരോ സമയത്തും എപ്പ എത്തിയുന്ന പോലീസ് ഒക്കെ അറിയുന്നൊക്കെ GPS സിസ്റ്റം ആയിട്ട് ഇതായിട്ടാണ്. അതാണ് ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഫോം പറയാം കേട്ടോ. ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാനാണ്. അവിടെ ആ GPS എന്ന് പറഞ്ഞതിന്റെ നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചോ. ഗ്ലോബൽ പൊസിഷനിങ് യൂണിറ്റ് സിസ്റ്റം. സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം SL വെച്ചേക്കുന്ന. അപ്പൊ സിസ്റ്റം എഴുതിയാൽ മതി. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതായത് ആംബുലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണെയാണ്. ആംബുലൻസിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആ ഡേറ്റാസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ ഡ്രൈവറിന് എപ്പോഴും ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാനൊന്നും പറ്റൂല. അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അത് അവിടെ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ലൈറ്റുകള്, സൈറൻസ്, സീറ്റ് ബെൽറ്റ് യൂസേജ്, ഇതൊക്കെ ആംബുലൻസിൽ മസ്റ്റ് ആണ്. അല്ലെങ്കിൽ അത് നമ്മൾ ഇതാക്കിയൊന്നും പറ്റില്ല. സീറ്റ് ബെൽറ്റ് ഒക്കെ ആംബുലൻസിലാണെങ്കിൽ മസ്റ്റ് ആയിട്ട് സീറ്റ് ബെൽറ്റ്. ആംബുലൻസിലല്ല, എല്ലാത്തിനും നമ്മുടെ കാറിലും ഇതൊക്കെ കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം. നമ്മുടെ ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ ഇതൊക്കെ അറിയാനായിട്ടുള്ളതാണ് കേട്ടോ. GPS എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. അവിടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതെന്തിനാണ്? ലൊക്കേഷൻ മനസ്സിലാക്കാൻ. ഡേറ്റ റെക്കോർഡ്സ്. അപ്പൊ അത്രയുമാണ് നമ്മള് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് നമ്മൾ പറഞ്ഞത്. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമല്ലാതെ ആംബുലൻസിൽ വെച്ചേക്കുന്ന സജ്ജീകരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. 2-way റേഡിയോ, കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. അവിടെ നമ്മുടെ ഓഡിയോ മാത്രമേ പോകുള്ളൂ, വിളിച്ചു പറയുക മാത്രമേ ഉള്ളൂ അവിടെ. അതിനേക്കായി കുറച്ചും കൂടി ഇതാണ് അഡ്വാൻസ്ഡ് ആണ്. മൊബൈൽ ഡേറ്റ ടെർമിനൽ, ഒരു കമ്പ്യൂട്ടർ ലിങ്ക്ഡ് വിത്തൗട്ട് വയർ ടു ദ സെൻട്രൽ കമ്പ്യൂട്ടർ. അതായത് നേരിട്ട് വിഷ്വൽസ് കാണാൻ പറ്റും. ഇതാണ് മൊബൈൽ ഡേറ്റ ടെർമിനൽസ്. പിന്നെ CCTV അകത്തും പുറത്തും വെച്ചിട്ടുണ്ട്. എന്താണ്? ആംബുലൻസില് നമ്മുടെ ക്രൂസിനെതിരെ എന്തെങ്കിലും കുറ്റങ്ങൾ ആരോപിക്കുകയാണെങ്കിൽ അത് അവർക്ക് നിഷേധിക്കാനായിട്ട്, എന്തെങ്കിലും അക്രമങ്ങൾ അവർക്കെതിരെ ഉണ്ടെങ്കിൽ അത് അവർക്ക് തെളിയിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് CCTV വെച്ചിട്ടുണ്ട്.
ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ്, ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, നല്ല വെയിറ്റ് ഉള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആംബുലൻസിലേക്ക് സേഫ് ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെയാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആംബുലൻസിന്റെ അകത്തുള്ള ലൈറ്റ് ആണ്. ബ്ലൂവോ അല്ലെങ്കിൽ റെഡ് ആയിരിക്കും കോമൺ ആയിട്ട്. അതെല്ലാം പേഷ്യൻസ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് നോർമൽ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രോമ ലൈറ്റിംഗ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെയാണ് എ സി. രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ള എ സി സെറ്റ് ചെയ്തേക്കുന്നത് ഒന്ന് നമ്മൾ ആ ടെമ്പറേച്ചർ, പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആംബുലൻസിന്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. രണ്ടാമത്തെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ, എയർബോൺ പാത്തോജൻസിനെ ഫിൽറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. പിന്നെയാണ് ഡേറ്റ റെക്കോർഡ്സ്. ഡേറ്റാസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഏത് ഡേറ്റ റെക്കോർഡ്. ഓൾറെഡി ആംബുലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കാനായിട്ട്. അത് GPS-ഉമായിട്ട് ഈ ഡേറ്റ റെക്കോർഡ്സ് GPS-ഉമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കും. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അതുമായിട്ട് കണക്ട് ചെയ്യും. GPS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? GPS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ആണോ? 108. അത് പറയട്ടെ, അടുത്ത പേജിൽ വരുന്നുണ്ട്. അപ്പൊ ലൊക്കേഷൻ മനസ്സിലാക്കാൻ അതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തു കേട്ടോ. ലൊക്കേഷൻ മനസ്സിലാക്കാനാണ് GPS യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പാസീവ് വിഷ്വൽസ് വാർണിംഗ്. ഇതെല്ലാം നമുക്ക് അവിടെ പാസീവ് ആണ്. അതായത് എന്താണ്? എപ്പോഴും നമ്മള് ആംബുലൻസിൽ ഉള്ളത് തന്നെയാണ്. എമർജൻസി വരുമ്പോ മാത്രമല്ല, പാസീവ് ആണ്. പാസീവ് വിഷ്വൽ വാർണിംഗ്. അടുത്ത ആക്റ്റീവ് വിഷ്വൽ വാർണിംഗും അടുത്ത സെക്ഷനിൽ പഠിക്കാനുണ്ട്. അപ്പൊ ആംബുലൻസിൽ എപ്പോഴും ഉള്ള സംഭവം എന്ന് വിചാരിക്കാം പാസീവ് വിഷ്വൽ വാർണിംഗ്. ഈ സിംബലുകള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ അതിന്റെ മുകളിൽ, ആ ഹെഡിങ്ങിന്റെ മുകളിലുള്ളത് ഒരു ICU ആംബുലൻസ് ആട്ടോ. എല്ലാ സജ്ജീകരണവും സെറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ആ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് നമ്മൾ ആ 1, 2 എന്ന് പറഞ്ഞാൽ അവിടെ അല്ല 4 പിക്ചർ കൊടുത്തേക്കണ ആ റാമ്പ് അല്ലെങ്കിൽ ചെയിൻ ലിഫ്റ്റ് അതിന്റെയാണ് ആ കാണിച്ചേക്കുന്നത്. ഈസി ആയിട്ട് പേഷ്യൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നോക്കി, ഈ സിംബലുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആംബുലൻസിൽ? ശ്രദ്ധിച്ചേണ്ടോ സിംബലുകള്? 2 എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഞാനും അതെ, നമ്മളും 2 എണ്ണം, നമ്മുടെ ഇവിടെ 2 എണ്ണേ കണ്ടിട്ടുള്ളൂ അല്ലെ? ആദ്യത്തെ 2 എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട് ആംബുലൻസ്. അതായത് നമ്മൾ ഓരോ രാജ്യങ്ങളിലും നമ്മൾ മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളാണ്. നമ്മുടെ ഇവിടെ ആദ്യത്തെ 2 എണ്ണാണ് നമ്മുടെ ഈ ആംബുലൻസുകളിൽ നമ്മൾ കണ്ടേക്കുന്നത്. അത് ആ സിംബൽ ഏതാന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതെന്താ? എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബലുകളാണിത്. എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബലാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്. ഈ സിംബലുകള് ഓക്കെ, എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബല്. വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സിംബല്? ആംബുലൻസിൽ അല്ലാതെ നിങ്ങൾ ഈ സിംബൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ വേറെ എവിടെയെങ്കിലും? ഫസ്റ്റ് എയ്ഡിൽ കണ്ടിട്ടുണ്ട്. ശരി, പിന്നെ അലീന ഇവിടെ ഫസ്റ്റ് എയ്ഡിൽ കണ്ടിട്ടുണ്ട്, സിംബൽ കണ്ടിട്ടുണ്ട്. ഇറങ്ങില്ല. ഓക്കെ, ഡോക്ടറിന്റെ കാറില്, ശരി, ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എമർജൻസി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബലാ. ഇനി ചില ഇവർക്കിടെയൊക്കെ നമ്മൾ ടീഷർട്ടിലൊക്കെ ഇങ്ങനെയുള്ള സിംബൽ കണ്ടിട്ടുണ്ടോ? എമർജൻസി സർവീസ് കൊടുക്കുന്നവര് ഡോക്ടറിന്റെ കാറിൽ കണ്ടിട്ടുണ്ട് അല്ലെ? ആ സിംബൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലേബർ റൂമിന്റെ പുറത്ത്, ഓക്കെ, ഹോസ്പിറ്റലില് ഐഡന്റിഫൈ ദ എമർജൻസി മെഡിക്കൽ സർവീസ്. എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്നതാണ്. അത് ഓരോ രാജ്യങ്ങളിലും ആണ്. നമുക്ക് 2 എണ്ണമാണ് പറഞ്ഞേക്കുന്നത്, സ്റ്റാർ ഓഫ് ലൈഫ് ആൻഡ് റെഡ് ക്രോസ്. അത് 2ആണ്. ഒന്നാമത്തെ ആ സിംബലാണ്. അപ്പൊ അതിനകത്ത് ആ സിംബല് തന്നിട്ട് അത് ഏതാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ ടിക്ക് ഇട്ട് വെച്ചാൽ ആ 4 സിംബലും ഏതാന്ന് പഠിച്ചു വെക്കുക. അത് കാണുമ്പോൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ഏതാണ്? സ്റ്റാർ ഓഫ് ലൈഫ്. ആംബുലൻസിന്റെ ഒക്കെ ബാക്കിൽ ഉണ്ടാവും മിക്കവാറും. ആ ഡോറിന്റെ അവിടെയൊക്കെ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇങ്ങനെയുള്ള സംഭവം എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്.
ആംബുലൻസിന്റെ ഒക്കെ സ്റ്റാർ ഓഫ് ലൈഫ്, സ്റ്റാർ ഓഫ് സൈഡിലും ഡോറിലും ഒക്കെ കാണാം ഈ സിമ്പിള്. രണ്ടാമത്തെയാണ് റെഡ് ക്രോസ്. അത് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ട്, റെഡ് ക്രോസ് അല്ലെ, റെഡ് ക്രോസ്. പിന്നെ അടുത്തതാണ് റെഡ് ക്രസന്റ് എന്നാ പറയുന്നത്, ക്രസന്റ്, റെഡ് ക്രസന്റ്. അടുത്തതാണ് മാൾട്ടീസ് ക്രോസ്. പേര് മാത്രം പഠിക്കുക. ആ പിക്ചർ തന്നു കഴിഞ്ഞാൽ അത് ഏത് എമർജൻസി ആണ് അല്ലെങ്കിൽ എന്താണ് ആ കാണിച്ചേക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ സിമ്പിൾ ഏതാന്നുള്ളതും വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ തരാം, തിരിച്ചും തരാം. റെഡ് ക്രോസിന്റെ സിമ്പിൾ ഏതാണ്, സ്റ്റാർ ഓഫ് ലൈഫിന്റെ സിമ്പിൾ ഏതാണ്, ആ സിമ്പിളുകൾ നോക്കി വെക്കുക. ആ 4 നോക്കി വെക്കുക. സ്റ്റാർ ഓഫ് ലൈഫ്, ദെൻ റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്, ദെൻ മാൾട്ടീസ് ക്രോസ്. ഓർത്ത് വെക്കാലോ. സ്റ്റാർ ഓഫ് ലൈഫ് ഒരു സ്റ്റാർ പോലെ കണ്ട ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അറിയാം. പിന്നെ റെഡ് ക്രോസ് അറിയാം നമുക്ക്. റെഡ് ക്രസന്റ് ഒരു ചന്ദ്രന്റെ ഒക്കെ ആ ഒരു പൂള് പോലെ ആ ഒരു സംഭവമായിരിക്കുന്നത് റെഡ് ക്രസന്റ് അല്ലെ. ആ മൂണിന്റെ പല പല ഷേപ്പിൽ വരുമ്പോ ഒരു പൂള് ഇതുപോലെ തോന്നാം. മാൾട്ടീസ് ക്രോസ്, അത് സിമ്പിൾ മാത്രം പഠിച്ചാൽ മതി. പിന്നെ താഴെ ഈ സ്ഥാനം കണ്ടിട്ടുണ്ടോ നിങ്ങള്? അവിടെ ചെക്ക് മാർക്കുകൾ, ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ടുണ്ടോ? പിന്നെ അത് 2 ടൈപ്പ് ഉണ്ടാവും. ഇതിപ്പോ ഇതിവിടെ കാണിച്ചേക്കുന്നത് ഗ്രീനും യെല്ലോയും ചെക്ക് മാർക്കാണ്. പിന്നെ ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെഡും വൈറ്റും ചെക്ക് മാർക്ക്. റെഡും വൈറ്റും നമ്മൾ അതും കണ്ടിട്ടുണ്ട് അല്ലെ, റെഡും വൈറ്റും. അതിനെയാണ് ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അതർ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ്. നല്ല വിസിബിൾ ആണ്, നമുക്ക് ദൂരെ നിന്ന് തന്നെ ആംബുലൻസ് ആണ് നമുക്ക് മനസ്സിലാക്കണ്ടേ അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ സിമ്പലുകള്. അതായത് പാസീവ് വിഷ്വൽ സിമ്പിൾ ആണ്, പാസീവ് ആണ്, എപ്പോഴും ഉണ്ടാവും ആംബുലൻസിൽ. പാസീവ് വിഷ്വൽ സിമ്പിളുകളാണ്, ആംബുലൻസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിമ്പിളുകളൊക്കെ ആംബുലൻസിൽ കൊടുത്തേക്കുന്നത്. ഈ സിമ്പിൾ എന്താ? ബാറ്റൻബർഗ് മാർക്കിംഗ് ആണ്, പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ്. ഓക്കെ, പാസീവ് വിഷ്വൽ വാർണിംഗ് ആർ ജനറലി ദ പാർട്ട് ഓഫ് ദ ഡിസൈൻ ഓഫ് ദ വെഹിക്കിൾ. ആ വാഹനത്തിന്റെ ഒരു ഡിസൈന്റെ ഭാഗം അല്ലെ. ആംബുലൻസ് അത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നതല്ലേ, കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഡിസൈനിന്റെ ഒരു ഭാഗമാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ ആ ആംബുലൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ചെക്ക് മാർക്കുകളും ഇങ്ങനെയുള്ള സിംബലുകളും ഒക്കെ കൊടുത്തേക്കുന്നത്. ആൻഡ് ദ യൂസ് ഓഫ് എ ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺ ആർ ഇൻവോൾവ്ഡ്. Older ambulance are more likely to have their pattern painted on. പണ്ടുള്ള ആംബുലൻസില്ലേ, ഓൾഡർ ആംബുലൻസ്, പഴയ ആംബുലൻസുകളിൽ അതൊക്കെ പെയിന്റ് ചെയ്തേക്കാണ്. പെയിന്റ് ആണ് വെച്ചേക്കുന്നത്. ആ മാർക്ക് ഇതൊക്കെ ഇല്ലേ, ചെക്ക് മാർക്കും ഇതൊക്കെ പെയിന്റ് ചെയ്താ വെച്ചേക്കുന്നതെന്ന് പണ്ടുള്ള ആംബുലൻസുകളൊക്കെ. എന്നാൽ ഇപ്പൊ നോക്കിയേ, ആർ മോർ ലൈക്ലി ടു ഹാവ് ദെയർ പാറ്റേൺ പെയിന്റഡ് ഓൺ. Whereas modern ambulance, എന്നാൽ ഇപ്പോൾ ഉള്ള മോഡേൺ ആംബുലൻസിൽ എന്താണ്, നോർമലി ക്യാരി റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ. എന്ന് വെച്ചാൽ എന്താ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രിയൊക്കെ നിങ്ങൾ കാറിൽ പോകുമ്പോ നമ്മുടെ ഫ്രണ്ടിൽ ആംബുലൻസ് ഉണ്ടെങ്കിൽ ആ കളർ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത് എന്താ? രാത്രിയൊക്കെ പോകുമ്പോ നമുക്ക് കുറച്ചും കൂടി അത് അട്രാക്റ്റീവ് ആണ്, കുറച്ചും കൂടി നമുക്ക് അറിയാൻ വേണ്ടിയാ. പെയിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് കിട്ടൂല അല്ലെ. നമുക്ക് എന്നാ ഇത് ഇപ്പൊ നിങ്ങൾ റോഡിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടില്ലേ, റിഫ്ലക്ടർ വെച്ചിട്ടില്ലേ? ആ ലൈനൊക്കെ രാത്രിയൊക്കെ പോകുമ്പോ നല്ല ഭംഗിയാണ് അല്ലെ, 2 സൈഡിലും. അതുപോലെ കലങ്കുകളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ അവിടെ റിഫ്ലക്ടറുകൾ വെക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവൂലേ, വെറുതെ പെയിന്റ് ചെയ്യുന്നേക്കായും കുറച്ചും കൂടി നമുക്ക് അട്രാക്റ്റീവ് ആണ്. കുറച്ചും കൂടി നമുക്ക് ദൂരെ നിന്ന് തന്നെ നമ്മുടെ ആ ലൈറ്റ് അതിലേക്ക് വന്ന് പതിക്കുമ്പോൾ നമുക്കത് എടുത്തു കാണിക്കും. അതാണ് ഇപ്പൊ നമ്മള് പെയിന്റ് അല്ല, ഇപ്പൊ അതിന് പകരം എന്താ വെച്ചേക്കുന്നത്, റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. മോഡേൺ ആംബുലൻസ് നോർമലി ക്യാരി ടു റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ആണ്. വേറെ ഒന്നുമില്ല, ലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. വിച്ച് റിഫ്ലക്ട് ദ ലൈറ്റ് ഫ്രം ദ കാർ ഹെഡ്ലൈറ്റ്സ് ഓഫ് ടോർച്ചസ്. ടോർച്ചുകളോ കാറിന്റെ ഹെഡ്ലൈറ്റോ അതിൽ നിന്ന് ലൈറ്റ് അതിലേക്ക് വന്ന് പതിക്കുമ്പോൾ കുറച്ചും കൂടി റിഫ്ലക്ട് ചെയ്യും. ശ്രദ്ധിച്ചിട്ടില്ലേ? അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? രാത്രിയൊക്കെ പോകുമ്പോൾ
റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത്. വെറുതെ പെയിന്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് അറിയാൻ പറ്റൂല. ഇത് നമുക്ക് കുറച്ച് ദൂരേന്ന് തന്നെ നമുക്ക് അവിടെ ആംബുലൻസ് ആണ് പോണേ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് അത് അറിയാൻ വേണ്ടിയാ നമുക്കത് റിഫ്ലക്ട് ചെയ്ത് കാണിച്ചത്. അതാണ് പാസീവ് വിഷ്വൽ വാർണിംഗില് ബാക്ക് ആൻഡ് ബർഗ് മാർക്കിംഗിൽ പറയുന്നത്. അപ്പൊ അവിടെ ഒന്ന് നോക്കുക, ഓൾഡർ ആംബുലൻസിൽ അത് ഈ ചെക്ക് മാർക്ക് പെയിന്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. എന്നാൽ മോഡേൺ ആംബുലൻസിൽ അത് എന്താണ് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ആണ്. എന്താ വിച്ച് റിഫ്ലക്ട് ലൈറ്റ് അടിക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്യും ടോർച്ചസ്. ഇനി അടുത്തതാണ് അനദർ പാസീവ് മാർക്കിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഈസ് ദ വേർഡ് ആംബുലൻസ്. ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് എഴുതിയേക്കണത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആംബുലൻസ് പോകുമ്പോൾ ആംബുലൻസിന്റെ ഫ്രണ്ടില് ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് എഴുതിയേക്കുന്നത് എങ്ങനെ എഴുതിയേക്കണത്? ആംബുലൻസ് തന്നെ നേരെയാണോ? തല തിരിച്ച് എഴുതി വെച്ചേക്കണത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് എന്തിനാ അങ്ങനെ തല തിരിച്ച് എഴുതി വെച്ചേക്കണേ, നേരെ എഴുതാത്തെ? എന്തിനാ തല തിരിച്ച് എഴുതി വെച്ചേക്കണേ? കണ്ടിട്ടുണ്ട് അല്ലെ? എന്തിനാ നമ്മൾ അത് മിറർ, ഓക്കെ, വെരി ഗുഡ്. എല്ലാ മിററിൽ നമുക്ക് നേരെയാവാൻ, അതായത് നമ്മുടെ ബാക്കിൽ ഇപ്പൊ ആംബുലൻസ് വന്നിട്ടുണ്ട്, നമ്മൾ ഫ്രണ്ടിൽ പോവാന്ന് വിചാരിക്കാം. അപ്പൊ ഫ്രണ്ടിലുള്ള ഡ്രൈവറിന് പുറകേട്ട് തല തിരിച്ച് നോക്കാൻ പറ്റോ? ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പുറകെ ആംബുലൻസ് വന്നിട്ടുണ്ടോന്ന് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കാൻ പറ്റോ? ഇല്ല. അപ്പൊ എന്താ, അവര് ആ മിററിൽ നോക്കുമ്പോൾ ആംബുലൻസ് ആ ഡ്രൈവറിന് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. അതിനാണ് എന്ത് അവിടെ തിരിച്ചെഴുതി വെച്ചേക്കുന്നത്. അതാണ് കണ്ടോ, ലോക്കൽ ലാംഗ്വേജില് ഏതാണോ നമ്മുടെ അവിടെ ആ ലോക്കൽ ലാംഗ്വേജില് റിവേഴ്സിലാണ് എഴുതി വെച്ചേക്കുന്നത്. ആംബുലൻസിന്റെ ഫ്രണ്ടില് റിവേഴ്സിലാണ് എഴുതി വെച്ചേക്കുന്നത്. അതൊരു പാസീവ് മാർക്കിംഗ് ആണ്. The word ambulance in reverse on the front of the vehicle. ആംബുലൻസിന്റെ ഫ്രണ്ടിൽ തന്നെ ആംബുലൻസ് എന്ന് തല തിരിച്ചാണ് എഴുതി വെച്ചേക്കുന്നത്. വേറെ ഒന്നുമില്ല. എന്താ കാര്യം, ആ ഫ്രണ്ടിൽ പോണ ഡ്രൈവറിന് മിററിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസിന് കറക്റ്റ് ആയിട്ട് വായിക്കുന്നതിന് വേണ്ടി. Okay, this enabled driver of other vehicle is simply identifying and approaching ambulance in their rear view mirror. അവർക്കുടെ വ്യൂ മിററിൽ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ. To simply identifying and approaching ambulance in their rear view mirror, ambulance may be display the name of their owner. പിന്നെ എന്തൊക്കെ ഉണ്ടാവും ആംബുലൻസിൽ? ഒന്നാമത്തെ കാര്യം, വേർഡ് ആംബുലൻസ് റിവേഴ്സ് ഓർഡറിൽ എഴുതി വെച്ചേക്കുന്നത്. ലോക്കൽ ലാംഗ്വേജില് നമുക്ക് തലതിരിച്ച് എഴുതിയിരിക്കുന്നത്. പിന്നെ ആംബുലൻസിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കിയേ, ഡിസ്പ്ലേ ദ നെയിം ഓഫ് ദെയർ ഓണർ. ഓണറിന്റെ പേര്, ഓണർ വല്ല ചാരിറ്റി ഒക്കെ നടത്തുന്നതാണെങ്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആംബുലൻസ് ഒക്കെ ആണെങ്കിലും അതിനകത്ത് പേരുണ്ടാവും. ഓണറിന്റെ പേര് ഓർ ഓപ്പറേറ്റർ പേരുണ്ടാവും. എമർജൻസി ടെലിഫോൺ നമ്പർ ഉണ്ടാവില്ലേ, അവർക്ക് പേഴ്സണൽ നമ്പർ ഉണ്ടാവില്ലേ, മൊബൈൽ നമ്പർ. അപ്പൊ ആ നമ്പറിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. ഫോർ ദ ആംബുലൻസ് സർവീസ്, നമുക്ക് ആംബുലൻസ് സർവീസ് ആവശ്യപ്പെടാൻ വേണ്ടി ആ ടെലിഫോൺ നമ്പറും അതുപോലെ ഓണറിന്റെ പേരും ആംബുലൻസിന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. ക്ലിയർ ആയോ? അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആ രണ്ട് പോയിന്റ്സ് പറഞ്ഞത്. ഒന്നാമത്തെ ഏതാണ്, നമുക്ക് ആ ഒന്നാമത്തെ പോയിന്റില് പാസീവ് വിഷ്വൽ വാർണിംഗ്, അതായത് നമ്മൾ ആ ചെക്ക് മാർക്കാണ്. ചെക്ക് മാർക്കുകള് ആദ്യം പണ്ട് അവിടെ പെയിന്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് കാണാൻ പറ്റൂല. ഇപ്പൊ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതോടുകൂടി മോഡേൺ ആംബുലൻസില് അത് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ആണ്. അതായത് ലൈറ്റ് അടിച്ചാൽ അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഇതാണ് കൊടുത്തേക്കുന്നത്. അത് രണ്ടാമത്തെയാണ് നമ്മൾ വേർഡ് ആംബുലൻസ്. ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡ് തലയിരിച്ച് എഴുതി വെച്ചേക്കുന്നത്. എന്താ, ആ ഫ്രണ്ടിൽ പോകുന്ന ഡ്രൈവറിന് അവന്റെ പുറകേട്ട് തല തിരിഞ്ഞ് നോക്കാതെ അവർക്ക് ആ മിററിൽ നോക്കുമ്പോൾ തന്നെ ആംബുലൻസ് ക്ലിയർ ആയിട്ട് വായിക്കാം. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ആംബുലൻസിൽ ഇത് കൂടാതെ എന്തുകൂടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഓണറിന്റെ അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ പേരും അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ആ ടെലിഫോൺ നമ്പറും കൂടി, എമർജൻസി ടെലിഫോൺ നമ്പറും കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ലാസ്റ്റ് സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തു. ഇനി അടുത്ത കുഞ്ഞു പോയിന്റ് നോക്കിയേ, ആൻഡ് ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിംബൽ ഡിസ്പ്ലേഡ്. സിംബലുകൾ ആംബുലൻസിൽ ഇങ്ങനെയുള്ള സിംബലുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള സിംബലുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന ആംബുലൻസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ. ഇനി അടുത്തതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. ആക്റ്റീവ് ആണ്, അതപ്പോ എപ്പോഴാ, വല്ല എമർജൻസി ഒക്കെ ഉണ്ടാവുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് വിഷ്വൽ, ആക്റ്റീവ് ആണത്.
anti-visual warning. Usually, the visual signs for the task are in the shape of flashing light. ഒന്നാമത്തെയാണ് കേട്ടോ വിഷ്വൽ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. ഒന്നാമത്തേതാ ഷേപ്പ് ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റ്. കണ്ടിട്ടില്ലേ ആംബുലൻസ് പറപ്പിച്ചു പോകുമ്പോഴേ ലൈറ്റ് ഇട്ട് സൗണ്ട് ഉണ്ടാക്കിയൊക്കെ പോണത്, ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ ഇട്ട് പോണത് എന്താ അത്ര എമർജൻസിയാ. എപ്പോഴും പോകുമ്പോ ലൈറ്റ് ഇട്ട് പോവാറില്ല. അതെന്താ ആക്റ്റീവ് ആണ്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആണ്. ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ വളരെ എമർജൻസി ആയിട്ട് പേഷ്യൻസിനെ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലൈറ്റ് കാണുമ്പോൾ ലൈറ്റ് ഇട്ട് പോകുന്ന കാണുമ്പോ അറിയാം എമർജൻസി കണ്ടീഷൻ ആണ്, എമർജൻസി ആന്ന് അറിയാൻ പറ്റും. അതാണ് അടുത്തത് ഒരു പറഞ്ഞേക്കണം ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ദ ഷേപ്പ് ഓഫ് flashing light, ലൈറ്റിന്റെ രൂപത്തില്. This flash in order attract more attention of other road users as ambulance approach. എന്തിനാ ഈ ലൈറ്റ് ഇടുന്നേ? ലൈറ്റ് എന്തിനാ ലൈറ്റ് ഇടുന്ന? ഫ്ലാഷ് ലൈറ്റ് എന്തിനാ? നമ്മള് റോഡ് ഉപയോഗിക്കുന്ന റോഡ് യൂസേഴ്സിന് നമുക്ക് നല്ല അട്രാക്ഷൻ കിട്ടാൻ. അതേ ആംബുലൻസ് അവിടെ നിന്ന് വരുന്നുണ്ട്, അപ്പൊ നമ്മുടെ വണ്ടികളൊക്കെ മാറ്റി കൊടുക്കണ്ടേ നമ്മള്, അല്ലെ? ആംബുലൻസ് വരുമ്പോഴത്തേക്ക് നമ്മള് വണ്ടികളൊക്കെ നമ്മൾ ഒതുക്കി നമ്മൾ മാറ്റി കൊടുക്കണം. അതിന് പോകാൻ സേഫ് ആയിട്ടുള്ള വഴി നമ്മൾ റെഡിയാക്കി കൊടുക്കണം. അതാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ, നമുക്ക് ആ റോഡ് യൂസേഴ്സിന് ഒരു ശ്രദ്ധ കിട്ടാനാണ്. ആ ലൈറ്റ് കാണുമ്പോ അയ്യോ ആംബുലൻസ് ആണ് എന്നുള്ള ശ്രദ്ധ കിട്ടാനായിട്ടാണ്. The flashlight എന്തിനാന്ന് നോക്കിയേ? In order to attract the attention of other road users as ambulance approaches. ആംബുലൻസിന്റെ വരവ് അതേക്കുറിച്ച് റോഡ് യൂസർമാർക്ക്, റോഡ് ഉപയോഗിക്കുന്ന ആളുകള്, റോഡ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ശ്രദ്ധ കിട്ടാൻ, അവരെ അട്രാക്ട് ചെയ്യാനാണ് ആ ലൈറ്റ് ഉപയോഗിക്കുന്നത്. To provide warning to motorist. മോട്ടറിസ്റ്റ് എന്ന് പറഞ്ഞാൽ വാഹനയാത്രക്കാര്. Approaching a stopped ambulance in a dangerous position on the road. പിന്നൊരു കാര്യം കൂടി ഉണ്ട്, എന്താണെന്നറിയോ? ഇപ്പൊ ആംബുലൻസ് ഒക്കെ വലിയ എമർജൻസി ആയിട്ട് പേഷ്യന്റിനെ ഒക്കെ ഉണ്ടാവാനായിട്ട് വരുമ്പോഴോ അത് ആംബുലൻസിന് അതിനുള്ള ഇതുണ്ട്, എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാന്നുള്ള റൂൾ ഉണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ റോഡ് പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോ അരികു ചേർന്ന് ഒതുക്കി ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. പെട്ടെന്ന് കൊണ്ടുപോകാനല്ലേ വന്നു, വേഗം തന്നെ അത് പാർക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ചിലപ്പോ അപകടകരമായ രീതിയിലൊക്കെ എവിടെയെങ്കിലും ഈ ആംബുലൻസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ദൂരേന്ന് വാഹനങ്ങൾ വരുമ്പോ കാണാലോ അവിടെ ആംബുലൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റൂലേ. അപ്പൊ അവർക്കും വേറെ അപകടങ്ങൾ പറ്റാതിരിക്കാനും കൂടി വേണ്ടിയാണ് ആ ഫ്ലാഷ് ലൈറ്റ് ഇടുന്നത്. രണ്ട് കാര്യം അവിടെ പറഞ്ഞത്. ഒന്നാമത്തെ, റോഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ആംബുലൻസിന്റെ വരവ്, ആംബുലൻസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ടു പ്രൊവൈഡ് വാർണിംഗ് ടു മോട്ടറിസ്റ്റ്. മോട്ടറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? വാഹനയാത്രക്കാരാണ്. അവര് ഈ ആംബുലൻസ് എവിടെയെങ്കിലും ഏതെങ്കിലും ഡേഞ്ചറസ് പൊസിഷനില് അല്ലെ കറക്റ്റ് ആയിട്ട് ഒതുക്കിയൊന്നും ഇടാൻ പറ്റിയത് ചിലപ്പോ ഇല്ല. അപ്പൊ ഒരു അപകടകരമായ ഒരു പൊസിഷനില് റോഡില് ആംബുലൻസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അവരെ അട്രാക്ട് ചെയ്യാനും കൂടിയാണ്. അപ്പൊ നമ്മൾ അത് കണ്ടിട്ട് നമ്മൾ വഴി ഒതുങ്ങി നമ്മള് സേഫ് ആയിട്ട് മാറിപ്പോണം. ഉണ്ടോ? അതിനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി നോക്കിയേ, ദ കോമൺ കളർ ഫോർ ആംബുലൻസ് വാർണിംഗ് ബീക്കൺ. എക്സാമിന് ചോദിക്കാനുണ്ട്, കോമൺ കളർ ഏതാണ്? ആംബുലൻസ് വാർണിംഗ് ബീക്കണുകളിൽ ഉപയോഗിക്കുന്ന കോമൺ കളർ ഏതൊക്കെ കളറാ? നിങ്ങൾ ഈ കളർ കണ്ടിട്ടുണ്ടോ? ബ്ലൂ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്. റെഡ് ലൈറ്റ് ഇട്ട് പോകാണ്ടിട്ടില്ലേ? ആംബർ. ആംബർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രൗണിഷ് യെല്ലോ കളർ ആട്ടോ. ബ്രൗണിഷ് യെല്ലോ കളർ ആണ് ആംബർ. ബ്രൗണിഷ് യെല്ലോ കളർ ആംബർ. ആൻഡ് വൈറ്റ് കളർ ഉണ്ടാവാം. ഹൗവർ കളേഴ്സ് മേ ഡിഫർ ബൈ കൺട്രി. നമ്മുടെ രാജ്യത്തിനനുസരിച്ച് വ്യത്യാസം വരാം, ഈ കളറുകൾക്ക് വ്യത്യാസം വരാം. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ആംബുലൻസിലെ വാർണിംഗ് ബീക്കണുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസ് വാർണിംഗ് ബീക്കണുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കളർ ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് വൈറ്റ്. ആംബർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറാണ്. ഓക്കെ, നമ്മൾ ഏതൊക്കെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഏതൊക്കെ കണ്ടിട്ടുണ്ട് കോമൺ ആയിട്ട് വാർണിംഗ് ബീക്കണില്? നമ്മുടെ ഇവിടെയൊക്കെ ഏതാ കൂടുതൽ കണ്ടേക്കണേ? വൈറ്റ്, റെഡ്, ബ്ലൂ കണ്ടിട്ടില്ലേ? ബ്ലൂ കാണാറുണ്ട്. ആംബർ മാത്രമേ നമ്മൾ അതൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലെ? ഓക്കെ,
ബ്ലൂ, റെഡ്, വൈറ്റ്, ആംബർ ഈ കളറുകളാണ് കോമൺ ആയിട്ട് പാനിൻ ബീക്കണുകളിൽ ഉപയോഗിക്കുന്നത്. ആ കളറുകള് രാജ്യങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെടും. 2 പോയിന്റ് വരെ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയേക്കണേ. ഒന്നാമത് നമ്മൾ എന്താണ് എക്യുപ്മെന്റ്സ് പറഞ്ഞു, 7 പറഞ്ഞു, ഡാറ്റ റെക്കോർഡ് വരെ പറഞ്ഞു. പിന്നെ പാസീവ് വിഷ്വൽ വാർണിംഗുകൾ പറഞ്ഞു. പിന്നെ അടുത്തതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ ഫസ്റ്റും സെക്കൻഡ് പോയിന്റ് 2 പോയിന്റ് പറഞ്ഞു. ഓക്കെ, ബാക്കിത്തെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടോ? ക്ലാസ് ആംബുലൻസിനെ കുറിച്ച് കുറച്ചും കൂടി നമുക്കൊരു ഇൻട്രസ്റ്റ് ആയില്ലേ അല്ലെ? എന്തൊക്കെയാണ് ഇനി എന്തൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് കുറച്ചും കൂടി മനസ്സിലാക്കണമെന്ന് തോന്നില്ലേ? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മള് ഇവിടെ പറഞ്ഞേക്കണ കാര്യങ്ങള് തിയറി ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതാ. ഈ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങളത് നോക്കാം, ആംബുലൻസ് കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഓർമ്മയും കിട്ടും, നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ.